ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 117/2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം ഏതാണ്? ആൻസർ: നിസ്സഹകരണ സമരം. താഴെ പറയുന്ന റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ബന്ധപ്പെടാത്ത പ്രസ്താവന: കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നതാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. ഇപ്പോൾ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന: ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താം, വിചാരണ കൂടാതെ തടവിലിടാം. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫ് അലി. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. ആൻസർ: ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്രത്തിന് അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ആൻസർ: സി ആണ് പെടാത്തത്. ബാക്കി മൂന്നും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ്. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇന്ത്യ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മൗലിക കടമകൾ. സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യ വൈകുണ്ഠ സ്വാമികൾ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ചട്ടമ്പി സ്വാമിയുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ: വേദാധികാര നിരൂപണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. ആൻസർ: മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്ന ഏത് സമരവും ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം? ആലുവ. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതി. സത്യം, സമത്വം, സ്വാതന്ത്ര്യം. ഇത് ഒരു മലയാള പത്രത്തിൻ്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. മാതൃഭൂമി. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എപ്പോൾ? 26 ജാനുവരി 1950. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്ന ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി.ആർ. അംബേദ്കർ. വിദ്യാഭ്യാസ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി ചുമതലയേറ്റത് സഞ്ജയ് മൽഹോത്ര. താഴെ തന്നിരിക്കുന്ന പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഗതാഗതമാണ്. അപ്പോൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടത് കൃഷി, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തൽ. കേരളത്തെ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടം. ഓർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കേരളത്തിൽ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു? 742. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? തമിഴാണ്. താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് സഹകരണ ബാങ്കാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ബി. അബ്ദുറഹ്മാൻ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം? കേരളം. ഇന്ത്യ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ജാർഖണ്ഡ്. മൗസിം എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി? ഗോദാവരി. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്? കറുത്ത മണ്ണ്. താഴെ പറയുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തി ഏതാണ്? അറബിക്കടൽ. താർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര? ആരവല്ലി നിരകൾ. താഴെ പറയുന്നവയിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തര മഹാസമതലം. കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള ഏത്? നെല്ല്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പാമ്പ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ.
താഴെ പറയുന്ന സഹ്യപർവ്വതം എന്നും അറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം വിനോദ നികുതി. സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഇടനാട്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത കേരള മിഷൻ പദ്ധതി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് സുഭിക്ഷ കേരളം. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന് 2025 ജേതാവ് ഷാജി N കരുൺ. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലം ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? വിഴിഞ്ഞം. മനുഷ്യശരീരത്തെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേര് ഡയഫ്രം. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ നിന്ന് ശരിയായത് 2 മാത്രം. അത് മുളക് ഉജ്ജ്വലയാണ്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യരാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലഭൂയിഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? മസനോബു ഷിക്കുവോക്ക. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20.9%. താഴെ പറയുന്ന ഏത് വിറ്റാമിന്റെ അഭാവമാണ് ത്വക്ക്, പല്ല്, മോണ എന്നിവയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം? വിറ്റമിൻ സി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൽ പുക്കുടൻ. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യത ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലൂമിനിയത്തിന്റെ ധാതു ക്രയോലൈറ്റ്. 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. പാമ്പ് ഇരപിടിക്കൽ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുന്നത് തറയിലൂടെ. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം. ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് വീനസ് ഓർബിറ്റർ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2027 രസായന വിഭാഗം നോബൽ അവാർഡ് ബന്ധമില്ലാത്ത വ്യക്തി ഹാൻകാങ് ആണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. കൊഴുപ്പടിഞ്ഞ് രക്തധമനിയുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. എയ്ഡ്സ് രോഗം പകരുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. താഴെ പറയുന്ന വായുജന്യ രോഗമല്ലാത്തത് മലേറിയയാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനം ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത്? ആരോഗ്യ കിരണമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് A ആണ്. അപ്പം ആർദ്രം പദ്ധതിയിൽ ജനസൗഹൃദ ഔട്ട്പേഷ്യന്റ് സേവനങ്ങൾ. PHCകളെ FHCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക. ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച രാജ്യം ചൈന. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2027 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം. 2027 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് തിരുവനന്തപുരം നോർത്ത്. 2027 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗ്രാഡേറ്റ്സ്.